ജി മോഹൻദാസ് നടത്തിയ വിവാദ പ്രസ്താവനകളെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഓരോ ദിവസവും കടുത്തുകൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ നടത്തിയ അവകാശ സംരക്ഷണ സമരത്തെയും അതിൽ പങ്കെടുത്ത പെൺകുട്ടികളെയും അങ്ങേയറ്റം നീചവും അതുപോലെ തന്നെ അസഭ്യമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച RSSന്റെ അനുകൂലമായ ജി മോഹൻദാസിനെ അയാൾക്കെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ കേരളത്തിലുടനീളം വ്യാപകമായ പ്രതിഷേധം ഇരമ്പുകയാണ്. കഴിഞ്ഞ ദിവസം DYFI ജി മോഹൻദാസിന്റെ വീട്ടിലേക്ക് സമരങ്ങൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ അശ്ലീലവും അസഭ്യവുമായ രീതിയിൽ ലൈംഗിക അതിക്രമങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെന്നും താനായിരുന്നു ആ സമരത്തിലെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നുള്ള മോഹൻദാസിന്റെ പ്രസ്താവന കേവലം ഒരു വിമർശനമൊന്നുമല്ല, മറിച്ച് പച്ചയായ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതും അത്യന്തം അപകടകരവുമായ രാജ്യദ്രോഹപരമായ നിലപാടുകളാണെന്ന ശക്തമായ വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഏതൊരു ജനാധിപത്യ രാജ്യത്തും ഭരണകൂടത്തിന്റെ നയങ്ങളോടും വിദ്യാർത്ഥികളുടെ നിലപാടുകളോടും ആർക്കും യോജിക്കാം, അതുപോലെ വിമർശിക്കാം, അതുപോലെ വിയോജിക്കാം, എതിർപ്പുകൾ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ ഒരു സമരത്തിനിറങ്ങുന്ന പെൺകുട്ടികളെ അങ്ങേയറ്റം ലൈംഗികപരമായി അധിക്ഷേപിക്കുകയും സായുധ ആക്രമണങ്ങൾക്ക് പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് യാതൊരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രയോഗങ്ങൾക്കെതിരെ പോലീസ് ഉടനടി ഇടപെട്ട് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയുടെ സർക്കാർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോഴത്തെ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഇനിയും വരുന്നവർക്ക് പൊതുവിടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം അസഭ്യവും അതുപോലെ ആഭാസതരവും വിളിച്ചു പറയാനുള്ള ധാർഷ്ട്യവും ആറ്റിറ്റ്യൂഡും ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. ഈ വിഷയത്തിൽ RSS ഇയാളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമാണെങ്കിലും ഇത്തരം വിഷലിപ്തമായ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ പോരാട്ടങ്ങൾ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരേണ്ടത് കൂടിയുണ്ടെന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. ഇവിടെ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ചാനലുകളിലും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് അതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രമായ റൈറ്റ് വിങ് ഹിന്ദു കൺസൾട്ടേഷനാണ്. മോഹൻദാസിനെ പോലെയുള്ളവർ സ്വന്തം യൂട്യൂബ് ചാനലുകളുടെയും മറ്റും നടത്തുന്ന ഇല്ലാത്ത കഥകൾക്കും വൽഗറായ വിദ്വേഷ അധിക്ഷേപങ്ങൾക്കും താഴെ വരുന്ന വലിയ തോതിലുള്ള ലൈക്കുകളും കമൻറ്റുകളും സപ്പോർട്ടുകളെല്ലാം തെളിയിക്കുന്നത്. അതായത് അവിടെ നടക്കുന്നതരം ഒരു ഹിന്ദുത്വ കൺസൾട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല അതിതീവ്രമായ അതിവർഗീയമായ കമൻറ്റുകളാണ് ഇത്തരത്തിലുള്ള ഓരോ വീഡിയോയ്ക്ക് താഴെയും വന്നു ചേരുന്നത് എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ പൊതുവായ മതേതര ജീവിതത്തിനും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിനും ഏൽക്കുന്ന വലിയൊരു ആഘാതത്തെയാണ് ഇടതുപക്ഷത്തോടോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ താത്വികമായുള്ള വിയോജിപ്പുകൾ ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതിന് സമരത്തിനിറങ്ങുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരെന്ന് അധിക്ഷേപിച്ചുകൊണ്ടാണോ സംസാരിക്കേണ്ടതെന്ന് കൂടി നാം ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. എതിർപക്ഷത്ത് നിൽക്കുന്നവർ സ്ത്രീയാണെങ്കിൽ അവർക്കെതിരെ ലൈംഗിക ചുവയോടെ സംസാരിക്കുക, ലൈംഗിക അധിക്ഷേപം നടത്തുക എന്നുള്ളത് എന്ത് തരം മാന്യതയാണെന്നുള്ള ചോദ്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഒരു പോരാട്ടത്തിന് വേണ്ടി ധീരമായി തെരുവിലിറങ്ങിയ 10, 20, 22, 25 വയസ്സുള്ള കുട്ടികളല്ലേ. അങ്ങനെയുള്ള പെൺകുട്ടികളെയും വിദ്യാർത്ഥികളെയുമാണ് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ഒരുതരം അർബൻ നാസമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. അർബൻ നക്സലുകൾ എന്ന് പറയുന്ന തീവ്ര ഇടതുപക്ഷം എങ്ങനെയാണോ ഈ നാടിന് ഭീഷണിയാകുന്നത്, അതേ അളവിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി അല്ലെങ്കിൽ സമാധാനത്തിനും തുല്യമായ രീതിയിൽ ഭീഷണിയാണ് ഇത്തരം തീവ്ര വലതുപക്ഷ അർബൻ നാസിസുകളും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റുകളെയും അതുപോലെ എക്സ്ട്രീം ഗ്രൂപ്പുകളെയും തള്ളിപ്പറയാൻ ആളുകൾ മുന്നോട്ട് വരേണ്ട സമയം കൂടിയാണിത്. തീവ്ര നിലപാടുകാർ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ശത്രുക്കളെ സൃഷ്ടിച്ച് സമൂഹത്തിൽ അപരവൽക്കരണം അഥവാ ആദരം നടത്തുകയാണെന്നുള്ളത് കൂടി അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ നായർ, ഈഴവ, നമ്പൂതിരി, പുലയ, ധീവര, ആദിവാസി തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ ഇല്ലാത്ത ശത്രുക്കളെ കാട്ടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത ശത്രുക്കളെ കാട്ടി പേടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും 32,000 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബീഫ് തിന്നാൻ നിർബന്ധിച്ചു എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ പ്രോപ്പഗണ്ട മിനിസ്റ്ററായ ജോസഫ് ഗീബൽസ് ജൂതന്മാർക്കെതിരെ നടപ്പാക്കിയ അതേ ചീഞ്ഞളിഞ്ഞ തന്ത്രങ്ങൾക്ക് സമാനമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. വിദ്വേഷം വളർത്തി പൊതുസമൂഹത്തെ തമ്മിലടിപ്പിക്കുക എന്നതല്ലാതെ സാധാരണക്കാരായ മനുഷ്യരുടെയോ പാവപ്പെട്ട ഹിന്ദുക്കളുടെയോ യഥാർത്ഥ ആവശ്യങ്ങളെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കാനോ അത് ഏറ്റെടുക്കാനോ ഇക്കൂട്ടർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനം കൂടി ഉണ്ടാകുന്നുണ്ട്. മനസ്സിൽ മുഴുവനും അപരമത വിദ്വേഷവും വർഗീയ വിഷയവും വച്ചു പുലർത്തുന്നത് ഒരു മാനസിക വൈകല്യവും ബാധയും എന്ന പോലെ ബാധിച്ചിരിക്കുന്ന അസുഖം കൂടിയാണ്. ഇതിന് കൃത്യമായ നിയമപരവും രാഷ്ട്രീയപരമായ ചികിത്സ ആവശ്യമാണ്. ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് കണ്ണോടിച്ചാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഈ നാട്ടിൽ, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമ്പോൾ ഒരു ദിവസം പോലും
അതിനുവേണ്ടി ഇറങ്ങാത്തവരും ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരുമാണ് ഇന്ന് സ്യൂഡോ നാഷണലിസം അഥവാ വ്യാജ ദേശീയതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഞങ്ങളാണ് ഏറ്റവും വലിയ ദേശീയവാദികളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ വന്ന് വലിയ തരത്തിൽ വീമ്പിളക്കുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവനെടുത്തതും ഈ തീവ്ര വർഗീയതയുടെ ക്യാൻസർ തന്നെയായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഒരു പോരാട്ടവും നടത്താത്തവർ ഇപ്പോൾ സ്വയം വലിയ രാജ്യസ്നേഹികളായി നടിക്കുകയും തീവ്ര വിദ്വേഷ രാഷ്ട്രീയത്തെ ദേശീയതയുടെ മറവിൽ ഒളിപ്പിച്ചു കടത്താൻ നോക്കുകയുമാണ്. തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസ്തങ്കിസവും എല്ലാം നമ്മുടെ നാടിനെ കാർന്നു തരുന്ന ഒരുപോലെ അപകടകരമായ വിപത്തുകൾ തന്നെയാണ്. അത്തരം തീവ്ര നിലപാടുകൾ ഉയർത്തുന്ന അപകടങ്ങളെ തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് കൂടി സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മഹത്വം നിലനിൽക്കുന്നത് അതിൻ്റെ സവിശേഷമായ ബഹുസ്വരതയിലും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിലുമാണ്. ഇത് വെറുമൊരു അന്യമത സഹനമൊന്നുമല്ല, മറിച്ച് നമ്മൾ പ്രൈഡോടെ ആത്മാഭിമാനത്തോടെ അഭിമാനത്തോടെ കാണുന്ന നമ്മുടെ നാടിൻ്റെ വലിയ അഭിമാനവും വൈവിധ്യവുമാണ്. അയ്യങ്കാളിയും അയ്യപ്പനും നങ്ങേലിയും കായംകുളം കൊച്ചുണ്ണിയും അതുപോലെ വെളുത്തച്ഛനും ബാബുരും എല്ലാം ചേരുന്ന വലിയൊരു സാംസ്കാരിക പാരമ്പര്യമാണ് കേരളത്തിനായിട്ടുള്ളത്. അതിലേക്ക് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷം കലർത്താൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല നഷ്ടം വരുത്തുന്നത്, മറിച്ച് മുഴുവൻ മനുഷ്യരുടെയും ജീവനെയും ജീവിതങ്ങളെയുമാണ് അതില്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലുള്ള വർഗീയതയും അതുപോലെയുള്ള കലാപങ്ങളും മനുഷ്യവിരുദ്ധമാണെന്ന് നമ്മൾ അടിയുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസിയോ ഹിന്ദു ആക്ടിവിസ്റ്റോ എന്ന് പറയുന്നത് മറ്റു മതസ്ഥരുടെ നെഞ്ചത്ത് കയറാനുള്ളവനല്ല എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടക്കം എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ബാലൻസ് ഉള്ളവൻ കൂടിയാണ്. ഇവിടെ പ്രധാനമന്ത്രിയോ രാഷ്ട്രീയ നേതാക്കളോ എതിരാളികളോ ആരുമാകട്ടെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ മാന്യതയും മര്യാദയുമുണ്ട്. മാതാപിതാക്കളെയോ അതുപോലെ ലൈംഗികതയോ വ്യക്തിപരമായ ജീവിതത്തെയോ വലിച്ചു താഴിട്ട് നടത്തുന്ന അധിക്ഷേപങ്ങളും സൈബർ അക്രമങ്ങളും ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഒരിക്കലും ചേർന്നതുമല്ല. പേളി മാണി, രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ ജാൻമണി, മാധവ് സുരേഷ്, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, മോഹൻലാലിൻ്റെ മകൾ, അങ്ങനെ തുടങ്ങി പ്രമുഖർക്കെല്ലാം നേരെ ഉണ്ടാകുന്ന അനാവശ്യ സൈബർ ബുള്ളിങ്ങും ഡോഗ് വിസിൽ തന്ത്രങ്ങളും ഇത്തരം വിദ്വേഷ സംസ്കാരത്തിൻ്റെ അതിൻ്റെ തന്നെ പ്രതിഫലനം കൂടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അധിക്ഷേപങ്ങളോ അനാദരവോ ഇല്ലാതെ പരസ്പര ബഹുമാനത്തോടെ വിയോജിക്കുക എന്നതാണ്. അതായത് ഡെമോക്രസീസ് ഡിസഗ്രീൻ വിത്തൗട്ട് ഡിസ്റെസ്പെക്ട് എന്നാണ്. അതായത് അനാദരവില്ലാതെ വിയോജിക്കുക എന്നുള്ള ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കൂടിയുണ്ട്. തീർച്ചയായും TG മോഹൻദാസിനെ പോലുള്ളവർ നടത്തുന്ന ഇത്തരം വൽഗറായ പ്രയോഗങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ മാതൃകാപരമായ പോലീസ് നടപടികൾ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭരണകൂടത്തോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും അവരുടെ പ്രതിഷേധങ്ങളെയും പിന്തുണയ്ക്കാൻ പൊതുസമൂഹം തയ്യാറാകുകയും വേണമെന്നുള്ള വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ഹീറോയോ മിശിഹായോ ആയി കണ്ട് എല്ലാ പ്രശ്നങ്ങളും അയാൾ ഒറ്റയ്ക്ക് വന്ന് പരിഹരിക്കുമെന്ന് കരുതുന്നത് നമ്മുടെ നാടിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ കൂടിയാണ്. സോനം വാങ്ചുക് കാണിച്ച ഗാന്ധിയൻ പാതയിലും അഭിജിത് ദീപ്കെ ഉയർത്തിയ ചോദ്യം ചെയ്യലിൻ്റെ രാഷ്ട്രീയത്തിലുമാണ് നാം വിശ്വസിക്കേണ്ടത്. പൗരന്മാർ സ്വന്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ജനാധിപത്യ അവകാശങ്ങൾക്കായി മുന്നിട്ടിറങ്ങി പോരാടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള വിദ്വേഷ വിപത്തുകളെയും അധിക്ഷേപ രാഷ്ട്രീയത്തെയും പൂർണ്ണമായി തകർത്തെറിയാൻ പൊതുസമൂഹത്തിനും സാധിക്കുകയുള്ളൂ.